ഹലോ കൂട്ടുകാരെ, അപ്പോൾ വെക്കേഷനൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. നമ്മുടെ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സും അങ്ങനെ ഉഷാറായിട്ട് അതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇത്തവണയും നമ്മൾ ബിബ്ലിയ 26 ഹോപ്പ് എന്ന പേരിലാണ് ഈ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഹൈസ്കൂൾ കുട്ടികളുടെ പുസ്തകം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ട്രിപ്പ് പോകാനും യാത്ര പോകാനും. സോളോ റൈഡ് പോകുന്നവരുണ്ട്, ഫാമിലി ട്രിപ്പ് പോകുന്നവരുണ്ട്, വളരെ പ്ലാൻ ചെയ്ത് യാത്ര പോകുന്നവരുണ്ട്, ഒട്ടും പ്ലാൻ ഇല്ലാതെ എങ്ങോട്ടെങ്കിലും എന്ന രീതിയിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം യാത്രകളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യാത്രകൾ അവനെ ഒത്തിരി മാറ്റം വരുത്തും, അല്ലെങ്കിൽ അവനെ ഒത്തിരി വളർത്തുമെന്നൊക്കെയാണ് എഴുത്തുകാരും പല വ്യക്തികളും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ഈ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് ഒരു യാത്രയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ആ യാത്രയിൽ നമ്മൾ ബൈബിളിലും കുറച്ച് ട്രിപ്പ് പോയിട്ടുള്ള ഇതുപോലത്തെ ചില വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ കാണുക. അപ്പോൾ ഇത്തവണത്തെ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സിൻ്റെ ഹോപ്പ് ഹൈസ്കൂൾ ടെക്സ്റ്റിൻ്റെ തീം തന്നെ ട്രിപ്പ് ആണ്, അല്ലെങ്കിൽ യാത്ര പോകാമെന്ന് പറയുന്ന രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ടെക്സ്റ്റിന് ഞാൻ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ടെക്സ്റ്റ് അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം കുട്ടികൾ അധ്യാപകരെ പഠിപ്പിക്കുന്നതായിരിക്കും. കാരണം ഈ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങളും വാക്കുകളൊക്കെ കുറേ കൂടി ജെൻസി ലാംഗ്വേജാണ്. പൂക്കി എന്താണെന്ന് ഒരുപക്ഷെ അധ്യാപകർക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ക്ലാസ്സുകൾ കുട്ടിക്ക് അറിയായിരിക്കും. അങ്ങനെ ഒത്തിരി പദങ്ങൾ കുറേ കൂടി ജെൻസി ലാംഗ്വേജിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂജൻ പുസ്തകമായിട്ടാണ് നമ്മൾ ഈ പുസ്തകം ഇറക്കിയിരിക്കുക. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് 5 ചാപ്റ്ററുകളാണ് വരുന്നത്. 5 ചാപ്റ്ററും വളരെ സിമ്പിളായിട്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ചെയ്തിരിക്കുക. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഡിപ്പാർച്ചർ എന്നാണ്. നമുക്കറിയാം, ഒരു യാത്രയുടെ ആരംഭം എന്ന് പറയുന്നത് ഡിപ്പാർച്ചറാണ്. ഒരു യാത്ര നമ്മൾ തുടങ്ങണം. ആ യാത്രയുടെ തുടക്കം, അല്ലെങ്കിൽ ബൈബിളിൽ ഇതുപോലെ യാത്ര നടത്തിയിട്ടുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ദ ഗോഡ് ട്രാവലേഴ്സ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ട്രാവലേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബൈബിളിലും ഇതുപോലെ ഒത്തിരി കാലഘട്ടങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്ത് അവരുടെ ജീവിതം മാറി മറിഞ്ഞ ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. ഒരാളാണ് അബ്രാഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിയാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ ആ യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നൊരു സംഭവമാണ് ഗൂഗിൾ മാപ്സ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗൂഗിൾ മാപ്സ് വെച്ചായിരിക്കും നമ്മൾ നമ്മുടെ ലൊക്കേഷൻ അയച്ചു തരാൻ പറയും, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്യും. ആ സെർച്ച് ചെയ്ത ലൊക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ പോവുക. അപ്പോൾ അബ്രാഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഗൂഗിൾ മാപ്സ് അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാക്ക് മാത്രമാണ്. നിന്നെ ഞാനൊരു വലിയ ജനതയാക്കുമെന്ന ദൈവത്തിൻ്റെ ഒരു വാക്കാണ്. അപ്പോൾ ദൈവമായിരുന്നു അബ്രാഹത്തിൻ്റെ പൂക്കി, ദൈവമായിരുന്നു അബ്രാഹത്തിൻ്റെ മെയിൻ ചങ്ക് അതിനകത്ത്. അപ്പോൾ ആ അബ്രാഹത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഡിപ്പാർച്ചർ എന്ന ചാപ്റ്റർ നിങ്ങളുടെ മുമ്പിലേക്ക് യാത്ര മുൻനിർത്തി വെക്കുക. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ സിഗ്നൽ ലോസ്റ്റ് ആണ്. നമുക്കെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ GPS ഉപയോഗിക്കുമ്പോൾ നമുക്കൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു സംഭവമായിരിക്കും. നമ്മളിങ്ങനെ യാത്ര ചെയ്തൊരു സ്ഥലത്തൊക്കെ ഇങ്ങനെ എത്തി വരുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻ പോകും. അപ്പോൾ ഈ നാവിഗേറ്റർ കിടന്ന് കറങ്ങാൻ തുടങ്ങും. നമ്മളും കിടന്ന് കറങ്ങും. റൈറ്റിലേക്കാണോ പോകേണ്ടത്, ലെഫ്റ്റിലേക്കാണോ പോകേണ്ടത്, നേരെയാണോ പോകേണ്ടത്, അത് വഴി തെറ്റിയോ? അങ്ങനെ സിഗ്നൽ ലോസ്റ്റ് ആയ ചിലപ്പോൾ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായെന്ന് വരാം. ഇതുപോലത്തെ അനുഭവങ്ങൾ ബൈബിളിലുണ്ട്. ഇസ്രായേൽക്കാർ അവരുടെ വഴി തെറ്റി കിടന്ന് കറങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ അവർ ഈജിപ്തിൽ നിന്ന് അവർ വാഗ്ദാന ദേശത്തേക്ക് പോയപ്പോൾ ഇങ്ങനെ കിടന്ന് കറങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് കിടന്ന് കറങ്ങുന്നുണ്ടാവും. അപ്പോൾ ആ കറക്കവും നമുക്ക് അവസാനിപ്പിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്തുകൊണ്ടാണ് വഴി തെറ്റി പോകുന്നത്? ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ചില ഷോർട്ട് കട്ടുകൾ അത് ഷോർട്ട് കട്ട് ആയിരിക്കണമെന്നില്ല, അത് നമുക്കുള്ള നല്ല പണിയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഷോർട്ട് കട്ട് സംടൈംസ് ക്യാൻ ബി എ സ്കാം. അപ്പോൾ അങ്ങനത്തെ സ്കാമുകളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഷോർട്ട് കട്ടുകൾ എടുക്കാൻ പാടില്ലാത്ത ഷോർട്ട് കട്ടുകൾ എടുക്കാതിരിക്കുക. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ട കുറച്ച് കാര്യങ്ങൾ. 1 വൈഫൈ ആണ്, 2 ഒരു AI ആണ്, 3 നമുക്കൊരു 5G കണക്ഷൻ വേണം. അപ്പോൾ ഈ വൈഫൈ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൈഫൈ അല്ല. ഈ വൈഫൈ എന്താണെന്നും ഈ AI എന്താണെന്നും 5G എന്താണെന്നൊക്കെ നമുക്ക് ആ പുസ്തകം വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ രണ്ടാമത്തെ ചാപ്റ്റർ നമ്പർ സിഗ്നൽ ലോസ്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ കിടക്കുക. നമ്മൾ സിഗ്നൽ ലോസ്റ്റ് ആയി കഴിഞ്ഞ് നമ്മൾ സിഗ്നലിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ നാവിഗേറ്റർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് റീറൂട്ടിംഗ് ആണ്. നമ്മുടെ റൂട്ട് അത് കറക്റ്റാക്കി തരും.
ആ റീറൂട്ടിങ് പ്രോസസ്സിലൂടെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു കൊണ്ടുവരും. അങ്ങനെ ബൈബിൾ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പൗലോസ്. അദ്ദേഹം നമ്മുടെ സാവൂളായിരുന്ന സമയത്ത് പല റൂട്ടും തെറ്റി സിഗ്നലിൽ ലോസ്റ്റായിട്ട് നിലത്തടിച്ച് ദമാസ്കസിൽ പോണ വഴിക്ക് വീണപ്പോൾ അനന്യാസ് കൈയും പിടിച്ച് പുള്ളിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. അതാണ് ഈ റീറൂട്ടിങ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് റീറൂട്ട് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ 3ാമത്തെ ചാപ്റ്ററിൽ സിഗ്നൽ ലോസിൽ നിന്ന് നമ്മൾ റീറൂട്ടിലേക്ക് കടക്കുമ്പോൾ 3ാമത്തെ ചാപ്റ്ററായ റീറൂട്ട് എന്ന ചാപ്റ്ററിൽ നമ്മൾ കാണുക. ഇനി റീറൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ചിലപ്പോൾ നമ്മളൊരു യൂ ടേൺ എടുക്കേണ്ടി വരും. 4ാമത്തെ ചാപ്റ്റർ അതാണ് യൂ ടേൺ. നമ്മൾ ഈ റീറൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂട്ട് ചിലപ്പോൾ മാറ്റേണ്ടി വരും, നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ പോകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് യൂ ടേൺ എന്ന ചാപ്റ്റർ പറയുന്നത്. നമ്മൾ അതിനകത്തൊരു സക്കീവൂസിനെ കാണുന്നുണ്ട്. സക്കീവൂസ് ഒരു മണി ഹേസ്റ്റർ ആയിരുന്നു. ആള് എല്ലായിടത്തും പൈസ പിരിച്ചിരുന്ന ആളാണ്. ഈശോനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം യൂ ടേൺ എടുക്കുകയാണ്. അദ്ദേഹം മണി ഗിവറായി മാറാണ്. തീർത്തും പ്രൈവറ്റ് അക്കൗണ്ടായിട്ട് ആരുമായിട്ടൊരു ബന്ധമില്ലാണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ് നമ്മുടെ സമാരിറ്റൻ വുമൺ, സമരിയക്കാരി പെൺകുട്ടി. അവൾ ഈശോനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവരൊരു പബ്ലിക് ഇൻഫ്ലുവൻസറായി മാറാണ്. അങ്ങനെ ഒരു ഗോഡ് ഇൻഫ്ലുവൻസറിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഈ യൂ ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യൂ ടേണായി മാറുവാനും യൂ ടേൺ എടുക്കുവാനും നിങ്ങൾക്ക് റോളുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതാണ് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് യുവർ ടേൺ ആണ്. ഇതൊക്കെ സൈൻ ബോർഡുകളാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് ബൈബിളിൻ്റെ ജീവിതത്തിലെ കഥാപാത്രങ്ങളൊക്കെ കാണിച്ചിരിക്കുന്ന പല സൈൻ ബോർഡുകളാണ്. പക്ഷേ ഇത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഒരു വേർഷൻ പുറത്തേക്ക് ഇറക്കേണ്ട കാലമായി. ഇനി അതിൻ്റെ സമയമാണ്. അതുകൊണ്ടാണ് ആ ചാപ്റ്റർ നമ്മൾ യുവർ ടേൺ എന്ന പേരിട്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ അവസരമാണ്, നിങ്ങളുടെ ഒഴിവാണ്, നിങ്ങളുടെ സമയമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരുണ്ട്, നമുക്ക് ഒത്തിരി പേരുണ്ട്. കാർലോ കിത്തിസ് ഉണ്ട്, പിയത്രോ ബാലിസ്റ്റർ ഉണ്ട്, ഇനി അതുകൊണ്ട് അജന ജോർജ് ഉണ്ട്. വളർന്നു വരുന്നൊരു വിശുദ്ധയാണ്. നമ്മൾക്കിടയിൽ നമ്മളെപ്പോലെ ജീവിച്ച് നമ്മുടെ ഈ എറണാകുളത്ത് ജീവിച്ചൊരു വ്യക്തിയാണ്. ആളും ഉയർന്ന് പതുക്കെ വിശുദ്ധിയുടെ പടവുകൾ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളെപ്പോലെയുള്ള ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ സാധ്യതകളുമുള്ള ഒരു ന്യൂജൻ സെയിൻസിനെയാണ്. അപ്പോൾ ഇത് യുവർ ടേൺ. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് പോലെ എല്ലാവർക്കും എല്ലാ ആശംസകളും. IBC അടിച്ചു പൊളിക്കുക. താങ്ക് യു.